രജനീകാന്ത് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. സ്റ്റെല്ല മേരീസ് കോളേജ് കത്തീഡ്രൽ റോഡിൽ നേരത്തെ മനേഷ് മൂർത്തി നിന്ന ആ ബൂത്തിലാണ് തലൈവർ, ദ റിയൽ തലൈവർ അവിടെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത്. രജനീകാന്തും ഈ പറയുന്ന പോലെ ഒരുപക്ഷെ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ആദ്യം വരാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നടത്തിയാൾ, രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന പ്രഖ്യാപനം നടത്തിയാൾ രജനീകാന്തായിരുന്നു. മനേഷ് മൂർത്തി ചേരുന്നു. മനേഷ്, അവിടെ രജനീകാന്താണ്. ഈ കടലും നമ്മളുടെ മോഹൻലാലിനെ കാണുന്ന പോലെ അവിടുത്തെ ആൾക്കാർക്ക് രജനീകാന്തിനാകാം. അവിടുത്തെ ആൾക്കാർക്കല്ല, രജനീകാന്തിനെ കണ്ടാലും വിസ്മയം തീരാത്ത ആളാണ്. മാധ്യമങ്ങൾ വളയുന്നുണ്ട്, ആരാധകർ വളയുന്നുണ്ടോ? ഇതിനകത്തേക്ക് വലിയ തോതിലുള്ള ആരാധകരില്ല, മാധ്യമങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. പക്ഷേ ചിലർ ഉണ്ട് എന്നാലും ഇതിനകത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു തിരക്ക് അദ്ദേഹം വന്നപ്പോൾ എന്തായാലും ഉണ്ട്. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ്. പല ഘട്ടങ്ങളിലായി രാഷ്ട്രീയത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വോട്ടിങ്ങിനുമൊക്കെ ഓരോ പ്രത്യേകതകൾ തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത്രയധികം ആരാധകരുള്ള ഒരു നടനാണ്. എന്തായാലും ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് തരത്തിൽ സിനിമയിൽ തന്നെ തുടരാം എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. അതിനുശേഷമാണ് വിജയ് വരുന്നത്. വിജയ് വന്നപ്പോൾ എല്ലാവരും കളിയാക്കിയിരുന്നത് ഈ പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ പറഞ്ഞിരുന്നത് രജനീകാന്ത് പോലും ഉപേക്ഷിച്ച രാഷ്ട്രീയമാണ് വിജയ് ഏറ്റെടുക്കുന്നത്, അത് എത്രത്തോളം വിജയിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ രജനീകാന്തിനെ കോട്ട് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിലും പറയുകയും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് TVKയുടെ ആദവ് അർജുന രജനീകാന്തിനെ കുറിച്ച് നടത്തിയൊരു പരാമർശമൊക്കെ വലിയ വിവാദം. അതവർജുന രജനീകാന്തിനെ അധിക്ഷേപിച്ചു എന്ന മട്ടിൽ തന്നെ രജനി ഫാൻസൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അവർ തമ്മിലൊരു ശീതയുദ്ധം എന്ന് പറഞ്ഞാൽ രജനി വിജയ് തമ്മിലൊരു ശീതയുദ്ധം അവിടെ ഉണ്ടെന്ന പല പ്രതികരണങ്ങൾ കൂടി വ്യക്തമാവുകയും ചെയ്തതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം രജനീകാന്ത് ആണ് ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് കരുതി വലിയ പ്രഖ്യാപനം നടത്തി. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അത്ഭുതകരമായ യൂട്ടേൺ എന്ന് പറയുമ്പോൾ ഞാനില്ല എന്നങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു രജനീകാന്ത്. വോട്ട് ചെയ്യാൻ അവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റെല്ല മേരീസ് കോളേജ് കത്തീഡ്രൽ റോഡിലുള്ള ചെന്നൈയിലുള്ള ബൂത്തിലാണ്. രജനീകാന്തിൻ്റെ മകളെ കൂട്ടിയാണ് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അപ്പോൾ തമിഴക അഭ്രപാളിയിലെ പ്രമുഖ നടന്മാരൊക്കെ രാവിലെ ഒന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ തിരക്ക് എന്തായാലും അവിടെ ഉണ്ട്. ഇപ്പോൾ മനീഷ് പറയുന്നത് മാധ്യമങ്ങളുടെ തിരക്കാണ് എന്നുള്ളതാണെങ്കിലും രജനീകാന്ത് നമുക്കറിയാവുന്നത് പോലെ തന്നെ അദ്ദേഹം എത്തുമ്പോൾ വലിയ ആരാധക വൃന്ദവും അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ തന്നെ രജനീകാന്ത് വോട്ട് ചെയ്യാനായി എത്തുന്നു എന്നുള്ളതാണ്. പ്രതികരണം ഉണ്ടാകുമോ? സാധ്യത കുറവാണ്. ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായില്ല. എനിക്കൊന്നും അവിടെ പതിവില്ലെന്ന് തോന്നുന്നു അങ്ങനെയുള്ള പ്രതികരണങ്ങൾ. പക്ഷേ ഈ സാധാരണയിൽ നമ്മളിവിടെ ഒരു ഐക്കോണിക് സിമ്പൽ വോട്ട് രേഖപ്പെടുത്തി ചൂണ്ടുവരലൊക്കെ ഉയർത്തി കാണിക്കുന്നതൊക്കെയുള്ള നമ്മുടെ ഇവിടുത്തെ ഒരു കാഴ്ചയും ശീലമൊക്കെയാണ്. പക്ഷേ അവിടെ ഒന്നുമില്ല. അവിടെ വോട്ട് രേഖപ്പെടുത്താൻ വരുമ്പോഴേക്കും വോട്ട് ബാക്കി ആ ക്യൂലുള്ള ആൾക്കാരെല്ലാം കൂടെ, അതാണ് പ്രശ്നം. ക്യൂലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു, വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തലൈവരെന്ന് വിളിക്കുന്നു, കൈമുക്കി കാണിക്കുന്നു. അപ്പോൾ വോട്ട് ചെയ്യാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് പൊടിക്കടങ്ങ് എന്ന് കൈമുക്കി കാണിക്കുന്നുണ്ട് രജനീകാന്ത്. സ്വകാര്യത കൂടിയാണല്ലോ, ആളുകളാണ്, ക്യാമറയാണ്, ആളുകളെയൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. മനീഷിലേക്ക് പോകാം. മനീഷ്, എന്തായാലും മാധ്യമങ്ങളുടെ തിരക്കാണ് എന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ ആളുകളടക്കം, ക്യൂവിൽ നിന്ന് ആളുകളടക്കം വലിയ നിലയിൽ തള്ളിക്കയറുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അഷ്താബ്, അതായത് ഇതൊരു വലിയ ക്യാമ്പസാണ്, സ്റ്റെല്ല മേരീസിൻ്റെ ക്യാമ്പസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സെക്യൂരിറ്റികൾ തന്നെ വെരിഫൈ ചെയ്തിട്ടാണ് ആളുകളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. അതായത് വോട്ടർ ID അല്ലെങ്കിൽ മീഡിയാസ് ആണെങ്കിൽ അങ്ങനെ അവരുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്തിട്ടാണ്. അതായത് സാധാരണ നിലയിൽ ഒരു ആരാധകൻ വോട്ട് ചെയ്യാനായി എത്തുന്ന രജനീകാന്തിനെ കാണാൻ ഇതിനകത്തേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വലിയ ആരാധകരില്ല. മാധ്യമപ്രവർത്തകരുണ്ട്, വോട്ട് ചെയ്യാനെത്തിയ ആളുകളുണ്ട്. അത് എന്തായാലും അവരുടെ ഒരു തിരക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഉള്ളത്. അത് എത്രത്തോളമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ആ പോളിംഗ് ബൂത്തിനകത്ത് തന്നെ ഒരു വലിയ തോതിലുള്ള ബഹളം അല്ലെങ്കിൽ ഒരു തിരക്ക്, മാധ്യമപ്രവർത്തകരുടെ തിരക്കാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം എന്തായാലും പുറത്തേക്ക് ഇറങ്ങും. ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം ഒരു എക്സ്പോസ്റ്റിലൂടെയൊക്കെ രജനീകാന്ത് പ്രതികരിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ എന്തായാലും കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഇത്രയധികം തിരക്കുണ്ട്. കാരണം വോട്ട് ചെയ്യാനെത്തിയ ആളുകളെയൊക്കെ പറഞ്ഞ രീതിയിൽ വലിയ തോതിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇത്. പക്ഷേ എന്തായാലും രജനീകാന്ത് ആയതുകൊണ്ട് തന്നെ ആർക്കും വലിയ മുഷിപ്പുണ്ടാവില്ല. കാരണം അത്രയധികം ആരാധകരുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്തായാലും അദ്ദേഹം സംസാരിക്കാനുള്ളൊരു സാധ്യത, കാരണം ഈ ഒരു തിരക്കിനിടയിൽ, ഒരു ബഹളത്തിനിടയിൽ അദ്ദേഹം സംസാരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധാരണ നിലയിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ ആ രീതിയിലുള്ളൊരു പ്രതികരണം എല്ലാ ആളുകളിൽ നിന്നും, അല്ലെങ്കിൽ പറഞ്ഞ രീതിയിലുള്ളൊരു ഐക്കോണിക് ആയിട്ടുള്ള നടന്മാരിൽ നിന്നൊക്കെ ഉള്ളതുപോലുള്ള പ്രതികരണം നമുക്ക് ഇവിടെ തമിഴ്നാട്ടിൽ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ ജനാധിപത്യം, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ആരോപണം അല്ലെങ്കിൽ ഒരു വലിയ കുറ്റം അല്ലെങ്കിൽ പറഞ്ഞ രീതിയിലുള്ള TVKയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ വിജയുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ വിജയുടെ ഭാഗത്തു നിന്നല്ല, വിജയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ രജനീകാന്ത് തന്നെ വളരെ കൃത്യമായ ഒരു മറുപടി അദ്ദേഹം തന്നെ പറയുകയും
ഇപ്പൊ യാദവർജന പറഞ്ഞത് ഈ DMK-യുടെ ഭീഷണിയെ പേടിച്ച് രജനീകാന്ത് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രജനീകാന്ത് പറഞ്ഞു ദൈവം അല്ല കാലം ചോദിക്കും, കാലം അതിന് മറുപടി പറഞ്ഞോളും എന്നൊക്കെ പറഞ്ഞ ഒരു വാക്കുപോലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ മനേഷ്? അതെ അതെ തീർച്ചയായിട്ടും. അതായത് താനതിന് മറുപടി പറയുന്നില്ല, പക്ഷേ പല ചോദ്യങ്ങൾക്കും കാലമാണ് മറുപടി പറയുക എന്നുള്ളതായിരുന്നു രജനീകാന്തിന്റെ എക്സ്പോസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മറുപടി തന്നെയായിരുന്നു. DMK പേടിച്ച് അല്ലെങ്കിൽ DMK-യുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് രജനീകാന്ത് രാഷ്ട്രീയത്തിൽ വരാതിരുന്നത് എന്നതായിരുന്നു എന്തായാലും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രതികരണം, ആദവർജിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അതിനെതിരെ ഫാൻ ഫൈറ്റ് ഭീകരമായി തന്നെ നടന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ ഒരു ഫാൻ ഫൈറ്റിനിടയ്ക്കാണ് രജനീകാന്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു എക്സ്പോസ്റ്റ് രജനീകാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ തരത്തിലും മറുപടി പറയേണ്ട കാര്യമില്ല, കാലം മറുപടി നൽകും എന്നുള്ളതായിരുന്നു രജനീകാന്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആ രീതിയിൽ അതെന്തായാലും ആ ഒരു അർത്ഥത്തിൽ തന്നെ ഒരു ഫാൻ ഫൈറ്റായി ഏറ്റെടുക്കുന്നു. മാത്രമല്ല ഒരു അവസാന ഘട്ടമാകുമ്പോഴേക്കും, സർക്കാരിന്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും ഒക്കെ രജനീകാന്ത് ഈ പറഞ്ഞ രീതിയിൽ DMK-യെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലയിലേക്ക് മാറുകയും ചെയ്തിരുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള ഫാൻ ഫൈറ്റിന്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും എന്നാണ്. എന്തായാലും ഇപ്പോൾ രജനീകാന്ത് വോട്ട് ചെയ്ത് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഒരുപക്ഷെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതുവരെ അങ്ങനെ ഒരു പ്രതികരണമോ വോട്ട് ചെയ്ത അല്ലെങ്കിൽ വോട്ട് മഷി പുരണ്ട ചൂണ്ടുവിരൽ കാണിച്ചുള്ള പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.